അപ്പൊ മലയാളികളുടെ അഭിമാനമായിട്ടുള്ള അന്ന രാജൻ, പുള്ളിക്കാരത്തിന് എല്ലാവർക്കും അറിയായിരിക്കും. അപ്പൊ കഴിഞ്ഞ ദിവസം ഒരു പരിപാടിക്ക് പുള്ളിക്കാരത്തി സാരി എടുക്കാൻ മറന്നു വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ വീഡിയോസാണ് ഓൺലൈനിൽ ഇപ്പോ വൈറലായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ മലയാളികൾക്ക് അഭിമാനം എന്ന് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പുള്ളിക്കാരത്തിന്റെ ഈ ഒരു സാരി എടുക്കാത്ത വീഡിയോ കണ്ടത് മലയാള മീഡിയാസിലല്ല, ഒരു ഹിന്ദിക്കാരന്റെ ട്വിറ്ററിലുള്ള ഒരു ട്രോള് പോലുള്ള ഒരു ഇതിലാണ് ആദ്യം കണ്ടത്. അപ്പൊ അതിൽ പുള്ളിക്കാരൻ ഇട്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, അമേരിക്ക ഹാസ് ഏഞ്ചല വൈറ്റ്, അല്ലെങ്കിൽ ഇന്ത്യ ഹാസ് അന്ന രാജൻ. ഇപ്പൊ ഏഞ്ചല വൈറ്റ് എന്ന് പറയുന്നത് ഒരു അഡൾട്ട് മൂവിയിൽ അഭിനയിക്കണ നല്ല ഫാൻ ബേസ് ഉള്ള, ഇന്ത്യയിലൊക്കെ നന്നായി ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അതായിട്ടാണ് ഈ അന്ന രാജനെ കമ്പയർ ചെയ്യണത്. അതൊരു നല്ല രീതിക്കാണ് കമ്പയർ ചെയ്യണത് എനിക്ക് മനസ്സിലായിടത്തോളം. ട്രോള് പോലെ തോന്നുന്നുണ്ടെങ്കിലും പക്ഷെ നല്ലൊരു കോംപ്ലിമെന്റ്, കാരണം അത്രയ്ക്കും ഫേമസ് ആണ് ഇന്ത്യയിൽ. ഇപ്പൊ അന്നരാജന് കേരളത്തിൽ അത്രയ്ക്കും ഒരു ഫാൻ ബേസ് ഇല്ലെങ്കിലും അങ്ങ് കേരളത്തിന് പുറത്ത്, പ്രത്യേകിച്ച് തമിഴ്നാട്ടിലൊക്കെ ഭയങ്കര ഫേമസ് ആണ് അന്നരാജൻ. എനിക്കത് സോഷ്യൽ മീഡിയയിൽ നിന്ന് മനസ്സിലായി. മലയാളികളാണ് കൂടുതൽ പുള്ളിക്കാരത്തിനെ വിമർശിക്കുക, പക്ഷെ കേരളത്തിന് പുറത്തൊക്കെ ഉള്ള ആൾക്കാർ ഭയങ്കര എന്താ പറയാ, എനിക്ക് തോന്നുന്നത് ഇനി ഹിന്ദിയിലൊക്കെ നല്ല ചാൻസ് കിട്ടായിരിക്കും ഇങ്ങനെ പോവാണെങ്കിൽ. അപ്പൊ ഇതിലുള്ള എന്റെ ഒരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ അന്നരാജന് ഇതൊക്കെ ഈ വക കോപ്രായങ്ങൾ കാണിക്കണത് ഒബിയസ്ലി എല്ലാവർക്കും അറിയായിരിക്കും. കാരണം ഇതിൽ ഫേമസ് ആയി മാത്രമാണ് ഈ പുള്ളിക്കാരത്തിന് ഉദ്ഘാടനത്തിന് വന്നു കഴിഞ്ഞാൽ ആൾക്കാർ വന്ന് ഉദ്ഘാടനം കാണുള്ളൂ. അങ്ങനെ വന്നാൽ മാത്രമാണ് പുള്ളിക്കാരത്തിന് ആൾക്കാർ ഉദ്ഘാടനത്തിന് വിളിക്കുള്ളൂ, അല്ലെങ്കിൽ ഫംഗ്ഷനൊക്കെ വിളിക്കുള്ളൂ. പറഞ്ഞില്ലേ, പൈസക്ക് വേണ്ടിയാണ് എല്ലാവർക്കും അറിയാം. അപ്പൊ ഹണി റോസ് ഉണ്ട് ഒരു വശത്ത്. അപ്പൊ ഹണി റോസ് എന്തെങ്കിലും കോപ്രായം കാണിക്കുമ്പോ അതിന് മേലെ കോപ്രായം കാണിച്ചില്ലെങ്കിൽ അന്നരാജന് പിടിച്ചിക്കാൻ പറ്റില്ല ഈ ഫീൽഡിൽ, അതെല്ലാവർക്കും അറിയാലോ. അപ്പൊ എന്റെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ചാൾ മുമ്പ് നമ്മുടെ സേതുലക്ഷ്മി, ന്യൂസ് റീഡർ ആയിട്ടുള്ള സേതുലക്ഷ്മി ഒരു ഇന്റർവ്യൂവിൽ പറയുണ്ടായിരുന്നു, പുള്ളിക്കാരത്തിക്കെതിരെ വന്ന കമന്റുകളൊക്കെ ഈ 2 വള്ളി ബ്ലൗസ് എന്ന് പറഞ്ഞ് ഒരുപാട് കളിയാക്കി, ആൾക്കാര് അധിക്ഷേപിച്ചു, അല്ലെങ്കിൽ ആൾക്കാരുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാവണില്ല, ഞാൻ കുറച്ച് തടിച്ചിട്ടാണ് അതുകൊണ്ട് എനിക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര എന്താ പറയാ ഒരു ഇന്റർവ്യൂവിൽ വന്ന് ഭയങ്കര വർത്തമാനം പറയണ്ടായിരുന്നു. അപ്പൊ അതിന് കമന്റ് ബോക്സിൽ ഭയങ്കര സ്ത്രീപക്ഷമാണ് ആൾക്കാർക്ക് ഭയങ്കര സപ്പോർട്ടും, അല്ലെങ്കിൽ അതിന്റെ ഈ ഇന്റർവ്യൂ എടുത്ത സ്ത്രീ അടക്കം ഭയങ്കര സപ്പോർട്ടായിരുന്നു പറഞ്ഞ മനസ്സിലായി. അപ്പോ ആ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗം ആൾക്കാരൊന്നും ഈ അന്നരാജനെ സപ്പോർട്ട് ചെയ്യണില്ല. നിങ്ങൾ ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവും. അന്നരാജന്റെ കാര്യം വരുമ്പോൾ ഫെമിനിസ്റ്റുകളോ സ്ത്രീപക്ഷമാണ് ആൾക്കാർ ഒരാളും ഇല്ല. അപ്പൊ എന്താ അന്നരാജൻ സ്ത്രീയല്ലേ? ഈ സ്ത്രീകൾക്കിടയിൽ തന്നെ നിങ്ങൾക്ക് ഡ്യുവൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, അതായത് നല്ല സ്ത്രീ എന്ന് പൊട്ട സ്ത്രീ എന്നൊക്കെ ഉണ്ട്. എനിക്കറിയില്ല അവനോട് ചോദിച്ചാൽ. അതായത് ഇപ്പൊ സേതുലക്ഷ്മി അന്ന് വിമർശിക്കപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ന്യൂസ് ഫ്ലോറിൽ പോയിട്ട് എക്സ്പോസിംഗ് ആയിട്ടുള്ള ഡ്രസ്സ് ഇടുന്നത് ശരിയില്ല എന്നാണ് ആൾക്കാർ പറഞ്ഞത്. അപ്പൊ അന്നരാജന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, അന്നരാജൻ ഒരു എന്താ പറയാ ന്യൂസ് റിപ്പോർട്ടറിന്റെ സ്ഥലത്തോ അല്ലെങ്കിൽ ഒരു ആരാധനാലയത്തിലോ ഒന്നുമല്ല, ഒരു പബ്ലിക് ഫംഗ്ഷനാണ് ഇങ്ങനത്തെ ഒരു വേഷത്തിൽ വന്നത്. അതും 2 വള്ളി ബ്ലൗസ് അല്ല, ബ്ലൗസ് നല്ല രീതിക്ക് ഇട്ടിട്ടുണ്ട്, സാരി എടുക്കാൻ മറന്നുപോയെന്നുള്ളൂ പറഞ്ഞു മനസ്സിലായി. അപ്പൊ എന്താ അന്നരാജനെ ആരും സപ്പോർട്ട് ചെയ്യാത്ത? ഈ സേതുലക്ഷ്മിനെ സപ്പോർട്ട് ചെയ്ത ആ ടീംസ് എന്താ അന്നരാജനെ സപ്പോർട്ട് ചെയ്യാത്തതെന്ന് എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം ഇപ്പൊ അന്ന് സേതുലക്ഷ്മി പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ പൊതുവെ ഫെമിനിസ്റ്റുകളും സ്ത്രീപക്ഷമാണ് ആൾക്കാരും യുവജനങ്ങളൊക്കെ പറയണ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ബോഡി അവർ ചോയ്സ്, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ധരിക്കും, അതായത് ശരീരം എങ്ങനെയാണെങ്കിലും ഇന്നത് മാത്രം ധരിക്കാൻ പാടുള്ളൂ എന്ന് ഈ സദാചാരത്തിന്റെ ആൾക്കാർ പറയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ ഒരു വലിയ കാര്യത്തിൽ വീമ്പിളക്കും. അപ്പൊ ഇവിടെ അന്ന് ഞാൻ പറഞ്ഞ കാര്യമുണ്ട്, അതായത് ശരീര വലിപ്പത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓരോരുത്തരുടെ ശരീരം ഓരോ ടൈപ്പ് ആയിരിക്കും. അപ്പോൾ ഓരോരുത്തരും അവരുടെ ശരീരത്തിന് ഇണങ്ങുന്ന വസ്ത്രം ധരിച്ചാൽ നല്ലതായിരിക്കും അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞു മനസ്സിലായി. അപ്പൊ ഇത് നിങ്ങൾ ചിന്തിക്കുക, ഇപ്പൊ ഈ അന്നരാജന് പകരം അവിടെ ഇതൊരു മെലിഞ്ഞ സ്ത്രീയാണ് ഇത് ഈ ഒരു സാരി എടുക്കാൻ മറന്ന് വന്നെന്നുണ്ടെങ്കിൽ ഇത്രയ്ക്കും വൃത്തിയായിട്ട് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഇത്രയ്ക്കും ഒരു കോൺട്രവേഴ്സി ഉണ്ടാവില്ല. കാരണം എന്തുകൊണ്ടാ? ശരീര വലിപ്പത്തിന്റെ പ്രത്യേകത. ഞാൻ അന്ന് പറഞ്ഞിരുന്നു, ഒരു മൈലി സൈറസ് എന്ന് പറഞ്ഞ പാട്ടുകാരി, പുള്ളിയായിരുന്നു ഒരു ടെലിവിഷൻ ഷോയില് ഈ പറഞ്ഞ പോലെ ഒരു കോട്ട് മാത്രം ഇട്ട് ഇവിടെ നിപ്പിൾസ് മാത്രം കവർ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് അത് സെൻസറൊന്നും ചെയ്തിരുന്നില്ല, അത് മാധ്യമങ്ങളിലൊന്നും ബാൻഡ് ആയിരുന്നില്ല, കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പൊ അന്ന് അതിലൊരു കാര്യം എന്ന് വെച്ചാൽ നിപ്പിൾസ് കവർ ചെയ്തത് മാത്രമല്ല, പുള്ളിയായിരുന്നു ഫ്ലാറ്റ് ചെസ്റ്റഡാ, അതായത് തടിയിലോട്ടും. അപ്പൊ അവിടെ വൃത്തിയായിട്ട് തോന്നിക്കില്ല, ഒരു ആൺകുട്ടിയുടെ പോലെ തോന്നിക്കുള്ളൂ പറഞ്ഞു മനസ്സിലായി. അപ്പൊ അവിടെ ശരീര വലിപ്പത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് അന്ന് പറഞ്ഞിരുന്നു പറഞ്ഞു മനസ്സിലായില്ലേ. അപ്പൊ ഇത് ഈ ഇപ്പോഴത്തെ യുവ ഫെമിനിസ്റ്റുകളും യുവ സ്ത്രീപക്ഷമാണ് ആൾക്കാർ ശ്രദ്ധിക്കുക. അതായത് നിങ്ങൾ മനസ്സിലാക്കണം, ഓരോരുത്തരുടെ ശരീരപ്രകൃതവും ഓരോ ടൈപ്പാണ്. അപ്പൊ അതനുസരിച്ച് വസ്ത്രം ധരിച്ച് അവർക്ക് ഇണങ്ങുന്ന വസ്ത്രം ധരിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ധരിക്കണം എന്ന് ആൾക്കാർ പറയണതിനെ നിങ്ങൾക്ക് വിമർശിക്കാൻ പറ്റില്ല. കാരണം ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ വീടിന്റെ ഉള്ളിൽ നിങ്ങൾ മാത്രം കാണുന്ന ഒരു പ്ലേസിൽ ഇത് ധരിച്ച കുഴപ്പമില്ല. അല്ലാണ്ട് ഇപ്പോ ഇവര് പബ്ലിക് പ്ലേസിൽ ഒരു വസ്ത്രം ഇട്ട് വരുമ്പോൾ അവിടെ പബ്ലിക്കലി മാത്രമല്ല, ഇതൊരാളെടുത്ത് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത് ലോകം മൊത്തം കാണും. ഇപ്പൊ നമ്മളടക്കം, ഇപ്പൊ ഞാനടക്കം അന്നരാജനെ ഫോളോ ചെയ്യണില്ല, അല്ലെങ്കിൽ അന്നരാജന്റെ ഒരു സെർച്ച് ചെയ്ത് പോയി കണ്ടതല്ല. നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ റാൻഡം ആയിട്ട് കാണുന്നതാണ്, നമ്മൾ ഫോഴ്സ്ഫുള്ളി കാണുന്നതാണ്. ഇപ്പൊ നമ്മൾ അന്നരാജന്റെ വീഡിയോസ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് പോകണതല്ല, അല്ലെങ്കിൽ ഇപ്പൊ ഒരാൾ നമ്മൾ അങ്ങോട്ട് പോയി കാണുന്നില്ല. അങ്ങോട്ട് പോയി കാണുകയാണെങ്കിൽ അത് നമ്മുടെ മിസ്റ്റേക്ക് എന്ന് പറയാം. പക്ഷെ നമ്മൾ ഈ അൽഗോരിതത്തിൽ സ്ക്രോൾ ചെയ്ത് പോകുമ്പോ നമ്മൾ പ്രതീക്ഷിക്കാണ്ട് വരുന്നതാ. അപ്പൊ അതിനെ നമുക്ക് വിമർശിക്കാനും മാന്യമായിട്ട് വിമർശിക്കാനും അനുകൂലിക്കാനും ഉള്ള അവകാശമുണ്ട്. അപ്പൊ അതിനെ ഈ സ്ത്രീപക്ഷமான ആൾക്കാരൊക്കെ മാനിക്കുക, പറഞ്ഞ ഈ ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞ ടീംസൊക്കെ മാനിക്കുക. അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനുള്ള അവകാശമുള്ള പോലെ തന്നെ നിങ്ങളുടെ വസ്ത്രധാരണത്തെ വിമർശിക്കാനും പൊതുജനത്തിന് അധികാരമുണ്ട്. കാരണം നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് എല്ലാവരും വിമർശിക്കണത്
നമ്മൾ സ്ക്രോൾ ചെയ്യും, ഇപ്പൊ റാൻഡം ആയിട്ട് സ്ക്രോൾ ചെയ്യുമ്പോ നമ്മുടെ മുമ്പിൽ സംഭവം വരുമ്പോൾ നമ്മൾ ഫോഴ്സ്ഫുള്ളി അത് കണ്ടുപോവാ. അപ്പൊ എനിക്ക് പറയാനുള്ളത് ഫെമിനിസ്റ്റുകളോടും സ്ത്രീപക്ഷം പറഞ്ഞ ആൾക്കാരോടൊക്കെയാണ്, അല്ലെങ്കിൽ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റിനോട് യോജിക്കുന്ന ആൾക്കാരോടാണ്. അതായത് നിങ്ങൾ ഒന്നെങ്കിൽ അന്നരാജനെ പോലുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുക, ബാക്കിയുള്ള സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യണ പോലെ തന്നെ, സിനിമാടിമാരെ സപ്പോർട്ട് ചെയ്യണ പോലെ തന്നെ, അല്ലെങ്കിൽ അന്നരാജനെ വിമർശിക്കുക. അതായത് ഒന്നും ചെയ്യാൻ മിണ്ടാണ്ടിരിക്കരുത്. ഒന്നെങ്കിൽ അന്നരാജനെ സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ വിമർശിക്കുക. വിമർശിക്കുമ്പോൾ പറയണം, അതായത് ഇനി വളർന്നു വരുന്ന യുവതലമുറയിലുള്ള സ്ത്രീകളോട് പറയണം, ഇതുപോലെ നമ്മൾക്ക് ശരീരത്തിന് ഇണങ്ങുന്ന വസ്ത്രം മാത്രം ധരിക്കുക, ഓരോ സന്ദർഭം നോക്കി ഓരോ ഫംഗ്ഷൻ നോക്കി പബ്ലിക്കലി ഇത്രയ്ക്കും എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള വസ്ത്രം ധരിക്കാതിരിക്കുക. അങ്ങനെ പറഞ്ഞ് നിങ്ങളൊരു ഉപദേശം കൊടുക്കുക. അല്ലാണ്ട് നിങ്ങൾക്ക് തോന്നണവരെ മാത്രം സപ്പോർട്ട് ചെയ്യുക, തോന്നണ കാര്യങ്ങൾ മാത്രം ഇടപെടുക. അങ്ങനെ ചെയ്യുമ്പോൾ അവര് ജനം വിചാരിക്കും നിങ്ങൾക്ക് ഇരട്ടത്താപ്പാണ്, നിങ്ങൾക്ക് ഒരു ആത്മാർത്ഥത ഇല്ല, നിങ്ങൾ തോന്നി പോലെയാണെന്ന് ജനം വിചാരിക്കും. ഓബിയസ്ലി നിങ്ങളുടെ ഒരു എന്ന് പറയാൻ നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഒരു ആശയമുണ്ടല്ലോ, അത് എനിക്ക് ഇഷ്ടമുള്ള കാര്യം. അതായത് സ്ത്രീ ശക്തിപ്പെടണം, അത് വേണം. അതായത് സ്ത്രീകൾ ഒരുപാട് എന്താ പറയാ പ്രശ്നങ്ങൾ നേരിടുന്ന ഇപ്പൊ അത്രയ്ക്കില്ലെങ്കിലും ഒരു ഇടയ്ക്കൊക്കെ ഭയങ്കരമായിട്ട് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് അടിച്ചമർത്തൽ നേരിട്ട വിഭാഗമാണ് സ്ത്രീകൾ. അപ്പോ നിങ്ങളുടെ ആശയം നല്ലതാണ്, പക്ഷെ നിങ്ങൾ എടുക്കുന്ന നിലപാടുകളിലാണ് ഈ ഇരട്ടത്താപ്പുകളും അല്ലെങ്കിൽ പറഞ്ഞ പോലെ പ്രശ്നങ്ങളും വരുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ കുറെ ഷോ കാണിക്കണ പോലെ തോന്നിക്കുക ആൾക്കാർക്ക്. അപ്പൊ ഇതൊക്കെ ശ്രദ്ധിക്കുക, ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യുക, ഒപ്പം തന്നെ ഇരട്ടത്താപ്പുകൾ ഒഴിവാക്കുക.